ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറഞ്ഞ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഇല്ലേ നീ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയിരിക്കണം അല്ലേ? അതെ പറവങ്ക കഴിച്ചെന്നോ? ഞാനാ? എപ്പോഴ്? പിന്നെ അല്ലാതെ ആരാ? ഞാനാണോ? ഞാൻ കഴിച്ചെന്നോ? കറി മോശമാണെന്നും പറഞ്ഞിരുന്ന് കഴിച്ചത് രാഘവേട്ടനല്ലാതെ പിന്നെ ആരാ? ഞാനാ? ഞാൻ കഴിച്ച? ഞാനിപ്പോ കഴിച്ചു. ഇതിപ്പോ കഴിച്ച് നിനക്കൊരു തോന്നിയായിരിക്കും. കഴിച്ചെങ്കിൽ പിന്നെ എനിക്കങ്ങനെ വിശക്കുന്നേ? വിശക്കുന്നുണ്ടോ? പിന്നെ അല്ലാതെ എന്തെങ്കിലും ഒന്ന് വയറ്റിലോട്ട് ചെന്നാലേ വിശപ്പ് മാറത്തുള്ളൂ. അതെ, നീ എന്തായാലും തിരിച്ചോറിങ്ങടത്തെ. എന്റെ ഈ വയറ്റിലെ കത്തലൊന്ന് മാറ്റിയെടുക്കട്ടെ. രാഘവേട്ടന് ഇത് എന്താ പറ്റിയേ? അല്പം മുൻപ് കഴിച്ച് കൈ കഴുകിയതല്ലേ ഉള്ളൂ. പക്ഷെ കഴിച്ച കാര്യമൊക്കെ രാഘവേട്ടൻ മറന്നു. എന്റെ ഭാമേ, നീ ഇങ്ങനെ ആലോചിക്കാതെ എന്തെങ്കിലും താ. വിശന്നിട്ട് വയ്യ. പലതും മറക്കാനും പൊറുക്കാനുള്ള കഴിവാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് എന്തെങ്കിലും രീതിയിലൊരു തടസ്സം ഉണ്ടായാൽ എല്ലാം തീർന്നില്ലേ? രോഹിത്തെ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ആവശ്യത്തിനുള്ളത് വലിച്ചു കയറ്റാൻ. ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നതല്ലേ, നാളെ ആണെങ്കിൽ എടുക്കാലോ. എന്റെ ജീവിതമൊക്കെ ഏകദേശം തീർന്ന മട്ടാ. ഇനി ഞാനേ അധികകാലം ഒന്നും ഇങ്ങനെ പോവുകയില്ല. എനിക്ക് ഈ വിഷം കഴിക്കാൻ പേടിയായതുകൊണ്ടാ ഇങ്ങനെ വലിച്ചു കയറ്റുന്നേ. ഇതാകുമ്പോ സ്ലോലി സ്ലോലി നമ്മള് പോലും അറിയാതെ നമ്മളെ കൊല്ലുമല്ലോ. ആര് പറഞ്ഞു? ഒന്ന് വീണ് നോക്ക്. സകല ദൈവത്തിനെ വിളിച്ചു പോവും. ഒന്ന് കൊന്നതാന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കുടിച്ചു കുടിച്ച് കരള് പോയവരുടെ എത്ര കഥകൾ നിനക്ക് കേൾക്കണം. ഏതാ നീ എന്നെ പേടിപ്പിക്കുകയാണോ? ഞാൻ ഇനിയും കുടിക്കും, ഇനിയും കുടിക്കും. ഇവിടെ ഇരുന്നാലല്ലേ ഈ സാരോപദേശം കേൾക്കേണ്ടി വരൂ. എന്താ കേറുന്നില്ലല്ലോ? ആര്? നീയല്ലേ കേറേണ്ടത്? എത്രയാ? സ്റ്റെപ്പ് നോക്കി വെച്ച് മുകളിലേക്ക് പോ. താഴെ വീണ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നും വീഴില്ല. ഇതിന്റെ എല്ലാം അധിപനായ രോഹിതാണ് ഞാൻ. എന്റെ കാലം അങ്ങനെ ഇങ്ങനെ ഒന്നും തെറ്റില്ല. ഇതിപ്പോ നീ എന്നെ വീഴ്ത്തുമല്ലോ. ആ കുപ്പിങ്ങി തന്നെ. അങ്ങനെ ഇപ്പൊ വേണ്ട. ഓ, ഇനിയിപ്പൊ എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. എല്ലാം ഇവള് ചെയ്യുമെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ? എടി, നീ കാര്യം അറിയാതെ നിന്നും ചെലക്കാതെ. ഇവൻ താഴെ വീഴാൻ പോയപ്പോ പിടിച്ചതാണോ ഇപ്പൊ കുറ്റമായത്? താഴെ വീഴാൻ പാകാക്കിയത് നീ തന്നെയല്ലേ? കിടക്കുന്നുണ്ട്. നീ തോളത്തെടുത്തോണ്ട് പോവോ വട്ടം പിടിച്ചോണ്ട് പോവോ എന്തെങ്കിലും ചെയ്. സുസ്മിത, കുടിപ്പിച്ചൊരു വഴിയാക്കിയിട്ട് നീ നിന്ന് ന്യായം പറയുന്നോ? അയ്യോ, സ്വന്തമായിട്ട് മോന്താൻ അറിയാത്തൊരു ഇള്ളവാവ കൊച്ച്. ഇവനിങ്ങനെ തൊണ്ട നിറയും വരെ കുടിക്കുന്നുണ്ടെങ്കിലേ അത് നിന്റെ ഒറ്റ കുഴപ്പം കൊണ്ട് തന്നെയാ. നിന്റെ നടപ്പ് ദോഷം കൊണ്ട്. രോഹിത്തെ, രോഹിത്തെ, എന്നെ നിങ്ങൾ വീണ്ടും വിളിച്ചു വരുത്തിയത് ദേ ഇവളുടെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കാനാണോ? രോഹിത്തെ, രോഹിത്തെ, എന്താ ഒന്നും മിണ്ടാത്തെ? നീ ഞാൻ ചത്തോന്നറിയാൻ വേണ്ടി വന്നതാണോ? അല്ല, ചത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലാൻ തന്നെ വന്നതാ. കൂട്ടത്തില് മറ്റു പലരെയും ചിലപ്പോ കൊന്നിരിക്കും. ശ്യാമേ, ഞാനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കി നീ ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിക്കില്ലായിരുന്നു.
ഇവന്റെ മനസ്സിൽ ഒരല്പസ്ഥാനം പോലും നിനക്ക് ഉണ്ടാവില്ലായിരുന്നു. കൊച്ചും തള്ളയല്ലേ, ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ തലേക്കറി നിരങ്ങാൻ വരുന്നോ? ഡീ, സുസ്മിത നിനക്ക് അറിയില്ല. ഒന്ന് കൊല വിളിക്കും ഞാൻ. സുസ്മിത വിടാൻ. ഡീ, എന്റെ അമ്മ ഒന്നും ചെയ്യല്ലേ. മിണ്ടരുത്. എന്റെ അമ്മ ഒന്നും ചെയ്യല്ലേ. മിണ്ടാ നിക്കാൻ. അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്കും കൊച്ചിനിവിടെ കഴിയാം. ഇല്ലെങ്കിലേ പെട്ടിയും വട്ടിയൊക്കെ എടുത്ത് ഇറക്കി വിടും ഞാൻ. നീ എന്നെ കൊണ്ടങ്ങനെ ചെയ്യിക്കരുത്. ആ തോന്നിയതായിരിക്കും. എന്റെ പിന്നിൽ ആരോ ഉണ്ടല്ലോ. ആരാടാ? ആരാന്നല്ലേ ചോദിച്ചത്? എന്താ തങ്കച്ചാ, നീ ആരോടായി സംസാരിക്കുന്നേ? അല്ല, സുബൈർക്കയോ? ഇക്ക, എന്റെ പിന്നിൽ ആരോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. പക്ഷെ ആരാന്ന് വെച്ചിട്ട് മിണ്ടുന്നില്ല, മുമ്പിലേക്ക് വരുന്നുമില്ല. ആർക്കെങ്കിലും എതിരായിട്ട് നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ? എന്താടാ, ആർക്കിട്ടാ നീ പണി വെച്ചത്? ഇക്ക എന്തൊക്കെയായി പറയണത്? ഞാൻ ആർക്കിട്ട് പണി വെക്കാനാ? എന്റെ വണ്ടിയിൽ സ്പിരിറ്റ് കയറ്റി വിഷ്ണുവിനെ കേസിൽ കുടുക്കിയത് ആരുടെ ബുദ്ധിയാടാ? എന്തായാലും നിന്റെതല്ലെന്ന് എനിക്കറിയാം. ആരാ നിന്റെ പിന്നിൽ കളിച്ചത്? പറയാൻ മനസ്സില്ല. ഇക്ക എന്ത് ചെയ്യുന്നേ? പറതങ്ക, പറ, ആരാണ് എന്റെ വണ്ടിയിൽ അമ്മാതിരി പോക്കരുത്തരൊക്കെ കാണിച്ചേ? എനിക്കറിയില്ല. അറിയില്ലേ? ഇല്ല. അങ്ങനെ നീ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. സത്യം പറഞ്ഞ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഇല്ലേ നീ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയിരിക്കാം അല്ലേ? അതെ, പറതങ്ക, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചേ?